യോ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ മൈൻക്രാഫ്റ്റ് എന്ന ഗെയിമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം മൈൻക്രാഫ്റ്റ് ഗെയിം. അപ്പോൾ ഗൈസ്, ഇതിൽ എൻ്റെ വലിയൊരു ലോഗാണ് ഗൈസ് ഈ ഗെയിമിലുള്ളത്. എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് തന്നെ അറിയില്ല ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ കൊട്ടാരം അഥവാ വീട്, ഞാൻ താമസിക്കുന്ന വീടാണിത്. പക്ഷേ ഈ വീടിന് കുറേ പ്രത്യേകത ഉണ്ട് ഗൈസ്. ഉള്ളിൽ കണ്ടാൽ ഇങ്ങനെ നെട്ടിപ്പോവും. നിങ്ങൾ പോലെ ഇങ്ങോട്ട് ഞാൻ പറയരുത് ഗൈസ്, അത്രക്കുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പറയുന്നത്. പക്ഷെ ഉള്ളിൽ പറയുന്നത് മൊത്തം എം ടി ആണെന്നുള്ളൂ ഗൈസ്. അപ്പോൾ വീടിൻ്റെ പുറത്ത് എന്തൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്, കള്ളന്മാരെ പൊളിച്ചിട്ടുണ്ട്. കുറുവാ സംഘം. അപ്പം എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ സേഫ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ അവിടെ കുറേ എന്തൊക്കെ പൊടില് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ ടീഞ്ഞിട്ട് ആയിട്ട് വീട് പൊട്ടിയാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല ഗൈസ്. എന്തായാലും കുറേ പൊട്ടികളൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇതൊക്കെ 2-3 മാസം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വീടാണ് ഗൈസ്. പക്ഷേ ഞാൻ എപ്പോഴേലും കളിക്കും, പക്ഷേ നല്ല മടിയാണ് കളിക്കാൻ. പക്ഷെ ഞാൻ എപ്പോഴേലും കളിക്കുന്നുള്ളൂ മൈൻക്രാഫ്റ്റ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വീട് എന്ന് പറയുമ്പോൾ കൊട്ടാരം. എൻ്റെ വീട് ഞെക്ക് പൊക്കി പറയാലോ ഗൈസ്, എൻ്റെ ഇഷ്ടം. അപ്പോൾ ഇതാണ് ഗൈസ് ഇതിൻ്റെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറേ ലൈറ്റ് പോയിക്കാം. അപ്പോൾ നമുക്ക് ലൈറ്റ് വെക്കാം ഗൈസ്. ലൈറ്റ് പീസായി പോയതാണെന്ന് തോന്നുന്നു ഗൈസ്. ലൈറ്റൊക്കെ എൻ്റെ വീടിൻ്റെ പ്രത്യേകത എന്താണ്, ലൈറ്റൊക്കെ പീസായ ലൈറ്റൊക്കെ ഇൻവിസിബിൾ ആവും, കാണൂല. പിന്നെ അപ്പോൾ ഇവിടെ ഗൈസ് ഇവിടെയൊക്കെ കുറേ ലൈറ്റ് പോയിക്കണം ഗൈസ്. നമുക്ക് ലൈറ്റൊക്കെ ഫില്ല് ചെയ്യാം. ആ കാർ പോർച്ചല്ല ഇതിന് കുളത്തിൻ്റെ മുഖത്തും ഒക്കെ പോയിക്കണം. ലൈറ്റൊക്കെ നമുക്ക് വെക്കാം. അപ്പം ഗൈസ് ഇവിടുത്തെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കാലം പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീടിൻ്റെ ഇവിടെ ചെറിയൊരു കുളമുണ്ട്. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് ഉള്ളിക്കാണ് കയറുക, വീടിൻ്റെ ഉള്ളിക്കാണ് ഐശ്വര്യമായിട്ടാണ് കയറുക, വലുത് കാലം വെച്ച് കണ്ട്. അപ്പോൾ കയറി കഴിയുമ്പോൾ ഇടത്തെ ഭാഗത്ത് ചെറിയൊരു ഇതുണ്ട് ഗൈസ്. ഇവിടേക്ക് മേലെ എന്തൊക്കെയോ ഫുള്ള് ഗ്ലാസ്സാണ്. അടുത്ത ഭാഗത്ത് ചെറിയൊരു പോണ്ടുണ്ട്, ഒരു ഗ്രീൻ ഷെയ്ഡാണ്, ഗ്രീൻ കട്ടനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഗൈസ് 2 സോംബീസ് ഉണ്ടല്ലോ, കുറേ മീൻ ഇട്ടില്ല, 2 സോംബീസ് നമ്മൾ കൊല്ലാം. ഇതൊക്കെ എങ്ങനെ കയറി വരുന്നത് സോംബീസ്? ഇവിടെ ഇടവൊന്നുമില്ലോ. ഇനി ഇവിടെ ഗൈസ്, നിങ്ങൾ ഇങ്ങനത്തെ വീട് കണ്ടുകൊണ്ട് ഗൈസ്, ഡോറില്ലാത്ത വീട് എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീടിൻ്റെ പ്രത്യേകതയാണ് ഗൈസ്. ഇതൊക്കെ എൻ്റെ വീടിൻ്റെ പ്രത്യേകത, കുറേ ഇതുണ്ട്. ഇപ്പം ഗൈസ് ഡോറില്ല എൻ്റെ വീട്ടിൽ, അതാണ് എൻ്റെ വീടിൻ്റെ പ്രത്യേകത. നമുക്ക് ഈ വൈറ്റും ഇത് ഗ്രേ കളറോ അല്ല, ഒരു വൈറ്റ് ഡോറ് വെക്കാം നമുക്ക് ഇവിടെ, അതാണ് നല്ലത്. അപ്പോൾ ഗൈസ് ഇവിടെ കയറി വരുമ്പോൾ അടുത്ത ഭാഗത്ത് ചെറിയ പോണ്ടുണ്ട്. പിന്നെ അവിടെ ഒന്നും ഇപ്പോൾ പ്രത്യേകിച്ച് ഇതൊക്കെ എം ടി ആണ് ഗൈസ്. അവിടെ ചെറിയ ഇരിക്കാനുള്ള സെറ്റപ്പാണ്. നമുക്ക് ക്യാഷ് ഇല്ലാണ്ട് നമ്മൾ പണി നിർത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ ഒരു മുക്കിൽ കയറുന്നു തുടങ്ങും ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ 2 ലക്ഷത്തിൻ്റെ ടി വി ആണ് ഗൈസ്. ഏകദേശം 75 ഇഞ്ച് ടി വി ആണെന്ന് തോന്നുന്നു ഗൈസ്, അറിയില്ല. 2 ലക്ഷം നിൽക്കണം. നമ്മൾക്ക് പൈസ വിഷയമില്ല, പൊട്ടിച്ചെറിയുന്നത്. ഇവിടെ ഇരിക്കാനുള്ള ചെറിയ സോഫ ഉണ്ട്. പിന്നെന്താ ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല. പിന്നെ അവിടെ ഗൈസ് വലിയൊരു അക്കോറിയാണ് ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ വീട് ഏറ്റവും വലിയ അക്കോറി. ഇങ്ങനത്തെ അക്കോറി നിങ്ങൾ ഇവിടെയും കണ്ടുക്കണം. വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ വലിയൊരു അക്കോറി കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ അക്കോറി, കുറേ മീനുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് ഗൈസ് ഇത് പ്രത്യേകിച്ചൊന്നും, ഇത് ബെഡ്റൂമാണെന്ന് തോന്നുന്നു. പക്ഷേ ബെഡ്റൂമൊക്കെ ഇതാണ് ഗൈസ്, ഒക്കെ തുറന്നിട്ടുള്ള ബെഡ്റൂമാണ് ഗൈസ്. ഒക്കെ എം ടി ആണ്, ഒന്നും ആയിട്ട് ചെയ്യുക, പണിയൊന്നും ആയിട്ട് ചെയ്യുക, ഒക്കെ സ്ട്രക്ചർ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പിന്നെ അവിടെ ചെറിയൊരു കുളമുണ്ട്. വീട് കാണുന്നിടത്ത് മൊത്തം കുളമാണ് ഗൈസ്, കുളവും പോണ്ടും അക്കോറൊക്കെ ആയിട്ട്. അവിടെ ചെറിയ ഫ്രെയിം ഇത്, പിന്നെ ചെറിയ ഷോക്കേസ്, കുറേ ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഗൈസിൻ്റെ കിച്ചണിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മേലെ വാർപ്പില്ല, അതാണ് എൻ്റെ കിച്ചണിൻ്റെ പ്രത്യേകത ഗൈസ്. മഴ മൊത്തം എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കയറുക. ഇതാണ് ഗൈസ് എൻ്റെ വീടിന് കുറേ പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞാൽ, കുറേ പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇപ്പോൾ മെയിൻ പ്രത്യേകത ആണ്, ഒന്നും വാർപ്പില്ല, ആ ഫ്രണ്ട് കയറി വരുന്ന ഭാഗം മാത്രമേ വാർപ്പുള്ളൂ. പിന്നെ ഗൈസ് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ചെറിയ ഹാങ്ങിങ് ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ എം ടി ആണ് ഗൈസ്. ഇതൊക്കെ എന്തോ തോന്നിയപ്പോൾ ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇനി നമ്മൾക്ക് ഐശ്വര്യച്ച് മേലേക്കാണ് കയറി പോവാന്ന് വിചാരിക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലല്ലേ? ഇല്ലല്ലേ?
അപ്പോൾ നമുക്ക് മേലെ ഐശ്വര്യമായിട്ട് കയറി പോവാം ഗായ്സ്. ഇനിയും കുറേ എൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഈ വീഡിയോയിൽ കാണിച്ചൊക്കെ വീഡിയോ ലെങ്ത്ത് കൂടി പോവും. അപ്പോൾ നമുക്ക് ഈ അടുത്ത പാർട്ട് 2 വീഡിയോ നാളെ വിടാം, നോക്കാം ഗൈസ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും ഉണ്ടാവും വീഡിയോ. അപ്പോൾ ഈ ഇവിടെ പ്രത്യേകിച്ച് പിന്നെ ഇവിടെ 2 ഫ്രെയിംസ് ഉണ്ട്, 2 ഓപ്പോസിറ്റ് സൈഡിൽ സെയിം തന്നെയാണ്. ഇവിടെയൊക്കെ ഗൈസ് വീണ് പോകും ഗൈസ്, ഇവിടെയൊക്കെ ഒന്നും വാർപ്പില്ല. ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ മേലെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇതാണ് ഗൈസ് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്താണ് ഗ്ലാസ് ബ്രിഡ്ജ്. അതായത് മിനിയൂട്ടിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഗൈസ്, എൻ്റെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ലല്ലോ. ഇല്ല, ഇതാണ് ഗൈസ് എൻ്റെ വീടിൻ്റെ ഉള്ളിലത്തെ തിയേറ്റർ. പക്ഷേ തിയേറ്റർ വരെ ഇതിനുള്ളിൽ ഒന്നുമില്ല. എൻ്റെ ഭാവിയിലൊരു ആഗ്രഹമാണ് തിയേറ്റർ എന്ന്. പക്ഷെ ഇവിടെ പണി കഴിഞ്ഞിട്ടില്ല, നമുക്ക് എന്തായാലും പണി എടുക്കണം ഇൻഷാ അല്ലാ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് നമ്മളെ പ്രൊജക്ടർ ക്ലാസ് ആണ്. പ്രൊജക്ടറിനെ ഞങ്ങൾ പഴയക്ക് പേരറിയില്ല ഗൈസ്, തെറ്റൊന്ന് ക്ഷമിക്കുക. നിങ്ങൾ പേരറിയാത്തതുകൊണ്ടാണ് അത് കമൻറ്റ് ഇടാൻ ശരിക്കുള്ള പേര്. ഇവിടെ വേറെ പ്രത്യേകിച്ച് ഇപ്പം എന്താ ഇവിടെ ഒന്നും ഇല്ലല്ലോ അല്ലേ. ഇവിടെ ഇതൊക്കെ എംറ്റിയാണ്. ഇവിടെ സ്ഥലം മൊത്തം ഗ്ലാസ്സും അക്കോറിയും ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഹൈലൈറ്റ്. ഇവിടെ ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫൈനൽ ലുക്ക്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ നല്ല അന്തസ്സ് കൂടും, പക്ഷെ ഉള്ളിലേക്ക് പോയൊക്കെ മൊത്തം എംറ്റി, വാർപ്പില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ചെറിയൊരു കുളം ഉണ്ട്, നേരത്തെ ഞാൻ കാണിച്ചു തന്നതാണ്. ഇതായൊന്നുമില്ല, വെറുതെ രസത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചാണ്. ആണെങ്കിൽ തൂർക്കണം തോന്നുന്നു, തൂർക്കാം. കമൻറ്റ് ഇടുക, ബോറായി തോന്നുന്നുണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് ഈ ബാക്ക് സൈഡിൽ പോയി നോക്കിയല്ലോ. വീട് ഭയങ്കര നീളമാണ് ഗൈസ്. പക്ഷേ 15,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. സോ കാര്യമില്ല ഗൈസ്, അത്ര നീളമാണ് വീടിൻ്റെ. പക്ഷെ പ്രത്യേകിച്ച് ഒരു സാധനമില്ല ഉള്ളിൽ. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്ക് ലുക്ക് ഗൈസ്. ബാക്കിൽ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കൊലകൊലായി കിടക്കുകയാണ് ബാക്ക്. എൻ്റെ വീടിൻ്റെ ബാക്കിൽ എന്തോ ബിൽഡിംഗ് ഉണ്ട് ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ ബിൽഡിങ്ങാണ്. എന്തിനാണ് നിൽക്കുന്ന കൂടി അറിയില്ല ഗൈസ്. കുറേ കാലം ഉണ്ടാക്കിയിട്ട്. ഇത് അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഗൈസ്. ഇവിടെ ഞാൻ എന്തിനാണ് ഉദ്ദേശിച്ച് ഉണ്ടാക്കിയതാണ്, പക്ഷെ ഓർമ്മയില്ല എന്തിനാന്ന്. അപ്പം അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ ഒന്നുമില്ല. ഇപ്പോൾ വേറെ കുറേ ഷോപ്സ് ആണ്, നിങ്ങളിപ്പോൾ കാണണ്ട. അഥവാ നിങ്ങൾ ചെറിയ സൈഡിൽ കൂടെ വേണ്ടെങ്കിൽ കണ്ണൂട്ടിയിട്ടുണ്ട് ചേട്ടാ. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പം നമുക്ക് ഈ പാർട്ട് 2 വീഡിയോ വരുന്നതാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം ബൈ ബൈ.